അപ്പോൾ നമ്മളിന്ന് ബിരിയാണി ചലഞ്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഓക്കെ, അറ്റാക്ക്. യെസ്. സംസാരിക്കാൻ സമയമില്ല ഗൈസ്. അയ്യോ, വെള്ളം കുടിക്കാൻ പറ്റുമോ? വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഫൗളാ. കഴിക്കുന്നതോറും ബിരിയാണി കൂടി വരിക തോന്നുന്നു, തീരണില്ലല്ലോ. എന്താ ഞാൻ ഇത് 2 കഷ്ണം ഞാൻ തീർത്ത് കേട്ടോ. അതിനൊരു പ്രസക്തിയില്ല. റൈസ് എനിക്ക് എൻ്റെ റൈസ് കൂടുതലുണ്ട്. എന്താ സുല നിർത്തി പാവം ഗൈസ്. പഠിച്ചോളൂ. എങ്ങനെ കഴിക്കുന്നത്? അതിൻ്റെ രഹസ്യം ഇപ്പോൾ പറയാൻ സമയമില്ല. തിന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടോ. എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ആദ്യമൊക്കെ ആ ബിരിയാണിയുടെ സ്മെല്ലും എന്നാ പറയുക, നമുക്ക് ആദ്യം കഴിക്കണമെന്നൊരു ഒരു മൂഡും ഒക്കെ ഉണ്ടാവില്ല. അത് 2-3 ആഴ്ച കഴിച്ചപ്പോൾ എനിക്കിപ്പം പറ്റുന്നില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഇത് ബിരിയാണി വാവ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെതായ ഹോം മെയ്ഡ് ആയതുകൊണ്ട് രസമാണ്. വലിയ എരിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ അതിന് മാത്രം സ്പൈസി ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും എരിവുണ്ട് അത്യാവശ്യം. പിന്നെ എന്നാ പറയുക, നിങ്ങളുടെ അവിടെ നാട്ടിലെ നക്കരിക്കാൻ അത് ചെയ്യുന്നത് നിനക്ക് സംസാരിക്കുന്ന സമയമില്ല. നമ്മളിത് കുക്കുംബർ പിന്നെ സലാഡ് അതൊക്കെ ഉള്ളതുകൊണ്ട് രസമാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ ഗെയിമിൽ ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു.
കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഫുഡിൽ ഞാൻ വാവെ തോൽപ്പിക്കുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ്. മലപ്പുറംകാരെ പവർ ഇവർക്ക് അറിയില്ല ഗൈസ്. മലപ്പുറത്തിൻ്റെ ഒന്നുമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശക്കുന്നില്ലായിരുന്നു, അതാണ് സത്യം. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശന്നിരിക്കുമല്ലായിരുന്നു. രാവിലെ എനിക്കറിയാം ഇങ്ങനെയൊരു പ്ലാൻ ഞങ്ങൾ ഇട്ടപ്പോഴേ, ഞാനുണ്ട് പപ്പായുണ്ട് ഫുള്ളുണ്ട്. അപ്പം ഈ പ്ലാനിൽ പപ്പായക്ക് എന്നാ പറയുക ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ടൈമിൽ അങ്ങനെ അത് ഇഷ്ടമില്ല. അപ്പോൾ അത് രാവിലെ പ്ലാൻ ചെയ്തപ്പോഴേ ആശാത്തി എന്ത് ചെയ്തെന്നറിയുമോ, രാവിലെ തൊട്ടേ ഫുഡ് കുറച്ചു. അത് ഞാൻ ശ്രദ്ധിച്ചില്ലെന്നാണ് ആശാത്തി ഓർക്കുന്നത്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തിരുന്നേ ഇപ്പം സമയം 2:30 അപ്പോൾ ഉച്ച കഴിഞ്ഞ് 2:30 അപ്പോൾ ആ സമയമാകുമ്പോൾ നല്ലപോലെ വിശക്കുമല്ലോ, അങ്ങനെ കഴിക്കാൻ നിർത്തുന്നതാണ് ഞാൻ രാവിലെ നല്ല കഴിച്ച്. പക്ഷെ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് കഴിച്ചു. എൻ്റെ അളവ് അപ്പുറം. അപ്പോൾ നമ്മുടെ ഇത് ബെറ്റ് എത്രയായിരുന്നു? 500 അല്ലേ? 500 എനിക്ക് തരിക. ബിരിയാണി കഴിക്കാതിരിക്കുന്നവർക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. എൻ്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്കും ഗൈസ്. കാണിച്ചു കൊടുക്കല്ലേ? തുന്നം പാടി തൊപ്പിട്ടു. അപ്പോൾ ഗൈസ് അടിപൊളിയായിരുന്നു, നല്ല ചലഞ്ചായിരുന്നു, പിന്നെ നല്ല സൂപ്പർ ബിരിയാണി, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് താങ്ക് യു, അടിപൊളിയായിരുന്നു. അപ്പം എൻ്റെ 500 രൂപ പോയി. യെസ് അല്ലേ? പോയി എന്തായാലും തന്നേ പറ്റൂ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ കഴിച്ചില്ലേ. അപ്പം കഴിക്കാതിരുന്നേ അറിഞ്ഞില്ലല്ലോ. അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.